വിവാഹം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു 10 പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. ഇതെന്തിനാണ് നോക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്തിനാണ്? ഈ 10 പൊരുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 10 പൊരുത്തങ്ങൾ മാത്രമല്ല, അതിനകത്ത് 5 സ്റ്റെപ്പ് പൊരുത്തങ്ങളുണ്ട്. അതിൽ 10 പൊരുത്തം എന്ന് പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തം മാത്രമാണ്. പിന്നെ കുജദോഷം, പാവസ്വാമി പൊരുത്തം, ദശാസന്ധി, ശമദശ, ഇങ്ങനെ 5 സ്റ്റെപ്പ് നോക്കിയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോകാറില്ല. പക്ഷേ ഇതിൽ ആദ്യത്തെ 10 പൊരുത്തം നോക്കിയിട്ട് അയക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഈ പൊരുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനകത്ത് പാവസ്വാമി പൊരുത്തം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ആ വ്യക്തിയുടെ ലഗ്നാൽ, ചന്ദ്രനാൽ, ശുക്രനാൽ. ലഗ്നാൽ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം. ലഗ്നാൽ അപ്പോൾ അടുത്ത കഴിഞ്ഞാൽ എന്തോന്ന്, ചന്ദ്രനാൽ അവരുടെ മനപ്പൊരുത്തം. അത് കഴിഞ്ഞാൽ ശുക്രനാൽ അവരുടെ കിടപ്പറ പൊരുത്തം. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് കിടപ്പറ പൊരുത്തം ശരിയല്ല എന്ന് പറഞ്ഞാണ്. കിടപ്പറ ബന്ധം ശരിയല്ല. നിങ്ങൾ രണ്ടാമത് കെട്ടുന്ന പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു, ആദ്യം കെട്ടിയവളോട് സുഖമായിട്ട് ജീവിക്കുന്നില്ല. എന്താണ് റീസൺ? നിങ്ങളും അവളും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻ ശരിയല്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ജാതകം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒറ്റ വായിക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ സാറേ എന്ന്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കണമെന്ന് നിങ്ങളടുത്ത് പറയുന്നുണ്ടോ?